അസമിലെ ഒരു ചെറിയ ഗ്രാമം. ഇവിടെ പക്ഷികൾ പറക്കുന്നതിനിടെ പെട്ടെന്ന് താഴേക്ക് വീഴും. ശതാബ്ദങ്ങളായി നീളുന്ന ഈ രഹസ്യത്തിന് ഇന്ന് വരെ ഒരു മറുപടിയില്ല. അസം സംസ്ഥാനത്തിലെ ഡിമാ ഹസാവോ ജില്ലയിലെ പച്ചപ്പിൽ മറഞ്ഞു കിടക്കുന്ന ചെറിയ ഗ്രാമമാണ് ജാറ്റിങ്ങ. ബോറയിൽ മലകൾ നെഞ്ചെന്തുന്ന ഈ ശാന്തമായ പ്രദേശത്ത് ഏകദേശം 25,000 പേർ മാത്രമാണ് താമസിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു നാടോടി കഥയിലെ ഗ്രാമം പോലെ തോന്നും. നിശബ്ദം, മനോഹരം, സമാധാനഭരിതം. പക്ഷേ ഈ നിശബ്ദതയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ശതാബ്ദം പഴക്കമുള്ളൊരു ദുരൂഹതയാണ്. 1900-കളിൽ സെപ്റ്റംബർ മുതൽ നവംബർ വരെ മഞ്ഞും മൂടലും കനത്തു കിടക്കുന്ന രാത്രികളിൽ നാട്ടുപക്ഷികളും ദേശാടന പക്ഷികളും വിചിത്രമായ പെരുമാറ്റം കാണിച്ചു തുടങ്ങുന്നു. ടൈഗർ ബിറ്റൺ മുതൽ കിങ്ഫിഷർ വരെ അനവധി സ്പീഷീസുകൾ രാത്രി ആകാശത്ത് വഴിതെറ്റിയതുപോലെ തിരിഞ്ഞും മറിഞ്ഞും പറന്നു നടക്കും. ചിലപ്പോൾ ഒരു അദൃശ്യ ശക്തി വലിച്ചെറിഞ്ഞതുപോലെ പക്ഷികൾ മരങ്ങളിലേക്കും വീടുകളിലേക്കും റോഡുകളിലേക്കും ഇടിച്ചു വീഴാറുണ്ട്. ഗ്രാമത്തിന്റെ 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു നീളൻ പർവ്വത ശൃംഗത്തിലാണ് ഇത് കൂടുതലായി സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാറ്റിങ്ങയെ പക്ഷികളുടെ ബെർമുഡ ട്രയാങ്കിൾ എന്നും വിളിക്കുന്നു. ഈ സംഭവം ആദ്യം കണ്ടത് 1900-കളിൽ അവിടെ വസിച്ചിരുന്ന നാഗജനങ്ങളായിരുന്നു. അവർ ഇതിനെ ഒരു ദുഷ്ടശക്തിയുടെ കളിയാണെന്ന് വിശ്വസിച്ചു. ഗ്രാമം ഉപേക്ഷിച്ചു. 1905-ൽ ജയന്തിയവർ ഇവിടെ എത്തിയപ്പോൾ അവർ സംഭവം നേരിട്ട് കണ്ടെങ്കിലും അതിനെ ഒരു ശാപമായി കരുതിയില്ല. അവിടെ വീണുപോയ പക്ഷികളെ അവർ തങ്ങളുടെ ജീവിതം തുടരാനുള്ള ആഹാരമായിട്ടാണ് കണ്ടത്. ശാസ്ത്രജ്ഞരും പക്ഷിശാസ്ത്രജ്ഞരും നാട്ടുകാരും ഒട്ടേറെ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചു. ചിലർ പറയുന്നു മൺസൂൺ കാലത്തെ കനത്ത മഴയും ശക്തമായ കാറ്റും പ്രകൃതി വൈകല്യങ്ങളും കാരണം പക്ഷികൾ വഴിതെറ്റുന്നതാണെന്ന്. ഗ്രാമത്തിലുള്ള കൃത്രിമ വെളിച്ചം അവരെ കൂടുതൽ കുഴയ്ക്കും. വഴിതെറ്റിയ പക്ഷികൾ വെളിച്ചത്തേക്ക് പാഞ്ഞെത്തുമ്പോൾ വീടുകളിലും മരങ്ങളിലും തട്ടി വീഴും. മറ്റു ചിലർ പറയുന്നത് കൂടുതൽ രസകരമാണ്. ശിലകളിൽ നിന്നുള്ള വെള്ളച്ചോർച്ചയും മഴയാൽ ഉയരുന്ന ഭൂഗർഭജലവും റിഡ്ജിന്റെ മാഗ്നറ്റിക് ശക്തിയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ മാറ്റങ്ങൾ പക്ഷികളുടെ നാഡീവ്യവസ്ഥയെ ബാധിച്ച് അവരെ പൂർണ്ണമായ നിയന്ത്രണം നഷ്ടപ്പെട്ട നിലയിലേക്ക് തള്ളുന്നു. പ്രാദേശികരുടെ ജാഗ്രതയും സംരക്ഷണ ശ്രമങ്ങളും കാരണം ഈ മരണസംഖ്യ കുറയുന്നുണ്ടെങ്കിലും ജാറ്റിങ്ങയിലെ പക്ഷികളുടെ ഈ അത്ഭുതകരമായ പെരുമാറ്റത്തിന് ഇന്നും ഒരു ഉറച്ച വിശദീകരണമില്ല. പ്രകൃതിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിന്റെ രഹസ്യങ്ങൾ നമ്മളോട് തുറന്നു കാട്ടും. ഇനി ഇഷ്ടമില്ലെങ്കിൽ മഞ്ഞിനുള്ളിൽ ഇങ്ങനെ മറഞ്ഞു കിടക്കുകയും ചെയ്യും.